എന്റെ പേര് അനൂപ് എന്നാണ്, ഞാൻ ദുബായിൽ നിന്നാണ് പറയണത്. അപ്പൊ നമ്മൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇങ്ങനെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യണതാണ് ജോബ്. റോപ്പിലൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാർ വർക്ക് ചെയ്യില്ല ബിൽഡിങ്ങിൽ. അപ്പൊ നമ്മൾ അത്ര റിസ്കി ആയിട്ടുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യണ സമയത്ത് നമ്മള് വീട്ടിൽ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഇത് ഒരുപാട് സൈറ്റ് ഇങ്ങനെ. അപ്പൊ നമ്മുടെ അടുത്ത് എപ്പോഴും വൈഫ് നമ്മളെ ട്രിഗർ ചെയ്യും, നിങ്ങൾക്ക് നമ്മളോട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, നിങ്ങൾക്ക് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നമ്മള് ചിലപ്പോ നൈറ്റില് വർക്ക് ചെയ്യും, ഡേയില് വർക്ക് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത്. പക്ഷെ നമ്മളത് സൈക്കോളജിക്കലായിട്ട് അവരെ സോറി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരായിട്ട് നമ്മൾ പുറത്ത് പോവാറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ ട്രിഗർ ചെയ്യണം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഫിനാൻസും ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമുക്ക് പൈസ കിട്ടിയാലാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഈ സിറ്റുവേഷൻ എനിക്ക് മാത്രമല്ല, ഒരിക്കൽ എല്ലാവരും ബിസിനസ് ചെയ്യണവർക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഫാമിലി ആയിട്ട് ടൈം പക്ഷെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു വൈഫിന്റെ ഒക്കെ ഇങ്ങനെ ട്രിഗർ വരുമ്പോ അത് വിചാരിച്ചു വൈഫ് ഞാനും കമ്പനി എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ഞങ്ങള് സിനിമക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നതാണ് എന്റെ സംശയം. വേറെ വലിയ പ്രശ്നമുണ്ടോ? വേറെ ഒരു പ്രശ്നമല്ല. പിന്നെ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാ. അല്ല, പക്ഷെ ഈ വന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് ഒരു മൈൻഡ് സംസാരിക്കാനുള്ള കാര്യം, നമ്മള് 100 ടെൻഷനായിരിക്കും വന്നതേ. അത് എല്ലാ ബിസിനസ്സുകാർക്കും വന്ന സംഭവമാണ്. അതാണ് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഉള്ളതാണ് അനൂപ്, എല്ലാവർക്കും ഉള്ള സംഭവമാണ് ഇത്. അനൂപ് എന്നല്ലേ പേര് പറഞ്ഞേ? ഇതെല്ലാവർക്കും എല്ലാവർക്കും ഉള്ള സംഭവം. ഏതൊരു ബിസിനസ്. ഇന്നലെ ഞാൻ ഇരുന്ന് ഇപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്. കാരണം എനിക്ക് ഇന്ന് രാവിലെ ഒരു ക്ലയന്റ് ഉണ്ടായി. ആ ക്ലയന്റ് പറഞ്ഞ സെയിം വാക്കുകൾ ഇപ്പൊ നിങ്ങൾ പറയാം. അതും ദുബായ് ബേസ് ചെയ്തുള്ള ക്ലയന്റ് തന്നെയാ. ഇതേ കേസിന് ഇത് മിക്കവാറും എല്ലാവർക്കും ഉള്ളതാണ്. കാരണം അവർക്ക് വേണോ സ്നേഹം വേണ്ടേ? അപ്പൊ അവർ ആ പെർസ്പെക്റ്റീവ് നോക്കും. കാരണം അവർ ഒറ്റക്കായിരിക്കും വീട്ടിൽ കംപ്ലീറ്റ് ഉണ്ടാവും. ചിലപ്പോൾ മക്കളൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടാവും, ആരും ഉണ്ടാവില്ല. അപ്പൊ അവർ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങളെ കല്യാണം കഴിച്ചത് തന്നെ നിങ്ങളപ്പോ ഒരു കമ്പനി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇസ് ഇറ്റ് റൈറ്റ്? കാരണം നമ്മൾ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, ഹസ്ബൻഡ് വൈഫ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ചാടി പിടിച്ച് പോകണത്. അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഒരുപാട് എക്സ്പെക്ടേഷൻസ് അവർക്കും ഉണ്ടാവും, ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ കാത്തിട്ടാണ്. അത് നിങ്ങളെ സ്നേഹിക്കണ കാരണല്ലേ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഉണ്ടെങ്കിൽ നന്നാവും എന്നുള്ളത്. ശരിയല്ലേ? സ്നേഹിക്കണ കാരണല്ലേ? അതേപോലെ ഭാര്യ വേറെ ആരെയും സ്നേഹിക്കണമെന്ന് ഇത് പറയോ? സത്യം പറ. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അതേ കാര്യം അത് പറയാം. അപ്പൊ അപ്പൊ മനസ്സിലാക്കിയ ഭാര്യ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഭാര്യ നിങ്ങളെ പൊന്നാണ്, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് കൊടുക്കാതെ എന്താ വേണ്ട ഭാര്യക്ക് കൊടുക്കാം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത്. സ്ത്രീകൾ ചിന്തിക്കുന്ന വ്യത്യാസമാണ്. നമ്മൾ ഈ ആണുങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ വർഗം, നമ്മൾ ചിന്തിക്കുന്ന വേറെ ടൈപ്പാണ്. ഞാൻ ചിലപ്പോൾ എങ്ങനെ അതിശയിക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്ന വേറെ ടൈപ്പ്. പക്ഷെ ലേഡീസ് ചിന്തിക്കുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അവർക്ക് ആ സ്നേഹമാണ് വേണ്ടത്, ആ സ്നേഹം കൊടുക്കാം. പക്ഷെ വേറെ കേസുണ്ട് കേട്ടോ. നമ്മൾ ഇവരോട് കമ്മിറ്റഡ് ആണ്. നമ്മൾ വേറൊരു വേറെ ഒന്നിനുമില്ല. പക്ഷെ അവർക്ക് അതാണ് പ്രശ്നം. അത്രേ ഉള്ളൂ. Absolutely. Happy? Okay, Anup?